ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളോട് കണ്ണിന്റെ റെറ്റിനയിലുള്ള ഒരു പാട, ഒരു എപ്പി റെറ്റിനൽ മെംബ്രെയിൻ എന്ന അസുഖത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എപ്പി റെറ്റിനൽ മെംബ്രെയിന് ചുരുക്കത്തിൽ ERM എന്നാണ് പറയുന്നത്. ഞാൻ ഡോക്ടർ ഗോപാൽ എസ് പിള്ളെ, അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിലെ നേത്ര വിഭാഗം മേധാവിയാണ്. ഈ എപ്പിറെറ്റിനൽ മെംബ്രെയിൻ എന്നാൽ എന്താണ്? അത് നമ്മളുടെ റെറ്റിന എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ഏറ്റവും പിന്നിലുള്ള ലെയറാണ്. ഒരു ലൈറ്റ് വന്ന് ഫോക്കസ് ആവുകയാണെങ്കിൽ അത് റെറ്റിനയിലാണ് വന്ന് ഫോക്കസ് ആവുന്നത്. ആ റെറ്റിനയുടെ ഏറ്റവും അടിയിൽ തന്നെ ഒരു ചെറിയൊരു പാട വളർന്നു വരുന്നതിനെയാണ് എപ്പിറെറ്റിനൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈറ്റ് വന്ന് ഫോക്കസ് ആവുന്നത് റെറ്റിനയ്ക്ക് പകരം റെറ്റിനയുടെ മുമ്പിലുള്ള ആ പാടയിലാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഒരു ലൈറ്റ് വരികയാണ്, അവിടെ ഫോക്കസ് ആയിട്ട് വേണം നമുക്ക് കാണാനായിട്ട്. അപ്പൊ റെറ്റിനയിൽ വന്ന് കറക്റ്റായിട്ട് ഫോക്കസ് ആയി നമ്മൾ കാണുന്നതിന് പകരം ഈ പാടയിൽ വന്ന് ഫോക്കസ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ കാഴ്ച മങ്ങും. ഒരു മൂടൽ മഞ്ഞിനുള്ളിൽ കൂടെ കാണുന്നത് പോലെയാണ് പലപ്പോഴും നമുക്ക് തോന്നുക. അതാണ് എപ്പിറെറ്റിനൽ മെംബ്രെയിൻ. എപ്പിറെറ്റിനൽ മെംബ്രെയിൻ ആർക്കൊക്കെ വരാം? സാധാരണഗതിക്ക് പ്രായം കൂടിയ ആളുകൾക്കാണ് ഈ എപ്പിറെറ്റിനൽ മെംബ്രെയിൻ വരിക. അല്ലെങ്കിൽ നമ്മളുടെ കണ്ണിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ, ഇപ്പൊ കണ്ണിലെ റെറ്റിനയിൽ തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി, അല്ലെങ്കിൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ, അല്ലെങ്കിൽ റെറ്റിനയിൽ എവിടെയെങ്കിലും ഒരു കീറൽ, റെറ്റിനയിൽ ഒരു ഇഞ്ചുറി, ഇതെല്ലാം സംഭവിക്കുകയാണെങ്കിലും എപ്പിറെറ്റിനൽ മെംബ്രെയിൻ കുറച്ച് നേരത്തെ തന്നെ ഡെവലപ്പ് ചെയ്യാം. സാധാരണഗതിക്ക് ഒരു 60 വയസ്സ്, 65 വയസ്സ്, 70 വയസ്സിലാണ് ഉണ്ടാവുന്നത്. എന്നാലും ചില ആളുകൾക്ക് അത് നേരത്തെ തന്നെ സംഭവിക്കും. എപ്പിറെറ്റിനൽ മെംബ്രെയിൻ വന്നാൽ എന്താണ് പ്രോബ്ലം? ഈ എപ്പിറെറ്റിനൽ മെംബ്രെയിൻ റെറ്റിനയുടെ മുകളിൽ ഒരു പാട പോലെ വളരുമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ പാട പതുക്കെ പതുക്കെ കൺട്രാക്ട് ചെയ്ത് തുടങ്ങും, അതായത് ചുരുങ്ങി തുടങ്ങും. ഇങ്ങനെ ചുരുങ്ങുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഈ മെംബ്രെയിൻ റെറ്റിനയുമായി വളരെ ഒട്ടിയിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ഇത് ചുരുങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ റെറ്റിനയും കൂടെ ചുരുങ്ങാൻ തുടങ്ങും. അപ്പൊ നമ്മളുടെ റെറ്റിനയുടെ നോർമൽ ആയിട്ടുള്ള ആ ഷേപ്പ് ചുരുക്കം മൂലം അത് മാറും. അങ്ങനെ റെറ്റിനയുടെ ഷേപ്പ് ചുരുങ്ങുന്നതോടുകൂടി നമ്മളുടെ കാഴ്ചയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളും കുറച്ച് ഡിസ്റ്റോർട്ടഡ് ആയി തുടങ്ങും, കുറച്ച് ഒരു നോർമൽ അല്ലാത്ത രീതിയിലാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ കാഴ്ച പതുക്കെ പതുക്കെ കുറയും. എപ്പിറെറ്റിനൽ മെംബ്രെയിൻ ഓരോ വർഷവും കുറേശ്ശെ കൂടി വരുന്ന ഒരു അസുഖമാണ്. അതായത് ഈ മെംബ്രെയിന്റെ തിക്നെസ് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കൂടും, രണ്ടാമത്തെ വർഷമാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കൂടും. ഈ ചുരുക്കുന്നതും, അതായത് റെറ്റിന ചുരുങ്ങി വരുന്നു എന്ന് പറഞ്ഞില്ലേ, ഈ പാട തന്നെ ചുരുങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ, ഈ ചുരുക്കത്തിന്റെ ശക്തിയും വ്യാപ്തിയും കൂടി വരും. അതുകൊണ്ട് തന്നെ നമ്മളുടെ കാഴ്ച ഒരു എപ്പിറെറ്റിനൽ മെംബ്രെയിൻ തുടങ്ങുന്ന സമയത്ത് ഓൾമോസ്റ്റ് നിയർ 100% തന്നെയാണെങ്കിൽ അത് ഓരോ വർഷം കഴിയും തോറും അത് 90, 80, 70 അങ്ങനെ പതുക്കെ കുറഞ്ഞ് വരും. അപ്പൊ അങ്ങനെ റെറ്റിനയുടെ മുകളിൽ ഈ പാട ഇനീഷ്യലി വെറും ഒരു പാടയായിട്ട് നിൽക്കുകയും കുറച്ചുനാൾ കഴിഞ്ഞ് അത് ചുരുങ്ങി തുടങ്ങുമ്പോൾ ഈ റെറ്റിനയെ പിടിച്ച് വലിക്കുകയും ചെയ്യും. ഈ വലിവ് കാരണം പലപ്പോഴും നമ്മളുടെ റെറ്റിനയുടെ ഉള്ളിലുള്ള സെല്ലുകൾ കുറേശ്ശെ കേടായി തുടങ്ങും. ഇങ്ങനെ കേടായി തുടങ്ങുമ്പോൾ നമ്മുടെ കാഴ്ച പെർമനന്റ്ലി കുറേശ്ശെ കുറഞ്ഞു തുടങ്ങും. അപ്പോ ഒരു എപ്പിറെറ്റിനൽ മെംബ്രെയിൻ ആദ്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ കാഴ്ചക്കുറവ് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണ്. നമുക്ക് ആ പാടയെടുത്ത് മാറ്റിയാൽ ഓൾമോസ്റ്റ് നിയർ 100% തന്നെ തിരിച്ചു കിട്ടും. പക്ഷേ കാലപ്പഴക്കം കൊണ്ട് കാഴ്ച കുറേശ്ശെ കുറഞ്ഞ് വരുമ്പോൾ ഈ പാടം മാറ്റിയാലും ഈ സെല്ലുകൾക്ക് വന്നിട്ടുള്ള ഡാമേജ് കാരണം നമുക്ക് കാഴ്ച പൂർണ്ണമായി കിട്ടാൻ സാധിക്കുകയില്ല.
അപ്പോൾ എപ്പിറെറ്റിനൽ മെംബ്രെയിൻ കൊണ്ടുള്ള കാഴ്ചക്കുറവ് ഇനീഷ്യൽ സമയത്ത് നമുക്ക് റിവേഴ്സിബിൾ ആണ്. പൂർണ്ണമായ കാഴ്ച നമുക്കത് എടുത്തു മാറ്റിയാൽ കിട്ടും. കുറച്ചുകൂടെ കാലപ്പഴക്കം വന്നു കഴിഞ്ഞാൽ റെറ്റിന കുറച്ചുകൂടെ ഡാമേജ്ഡ് ആവുകയും സെല്ലുകൾ ഡാമേജ് ആവുകയും കാഴ്ച കുറയുകയും ചെയ്യും. അത് നമുക്ക് പലപ്പോഴും റിവേഴ്സിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഒരു എപ്പിറെറ്റിനൽ മെംബ്രെയിൻ വന്ന ഒരാളുടെ കാഴ്ച 100-ൽ നിന്ന് ഓരോ വർഷവും ഒരു 10% വെച്ച് കുറഞ്ഞ് വരികയാണെങ്കിൽ നമ്മൾ എവിടെ വെച്ചാണോ ആ എപ്പിറെറ്റിനൽ മെംബ്രെയിൻ ഓപ്പറേറ്റ് ചെയ്തെടുത്ത് മാറ്റുന്നത് അവിടെയെങ്കിലും പിടിച്ചു നിർത്തുവാനായി സാധിക്കും. ഒരാളുടെ കാഴ്ച 100-ൽ നിന്ന് പതുക്കെ ഒരു വർഷം കൊണ്ട് 80 എന്നിരിക്കട്ടെ. 80% കാഴ്ചയുടെ സമയത്താണ് നമ്മൾ ഈ എപ്പിറെറ്റിനൽ മെംബ്രെയിൻ എടുത്തു മാറ്റാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ എടുത്തു മാറ്റുകയാണെങ്കിൽ ഏകദേശം ഒരു 80, 82, 85% കാഴ്ച അവർക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. അതേസമയം നമ്മളുടെ എപ്പിറെറ്റിനൽ മെംബ്രെയിൻ ആ വർഷം ചികിത്സിച്ചില്ല, ഒരു വർഷവും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്താൽ പ്രോബ്ലി കാഴ്ച കുറച്ചുകൂടി കുറയും. ഒരു 70% എന്നിരിക്കട്ടെ. ഈ 70-ൽ നിന്ന് നമുക്ക് തിരിച്ച് 80, 85 ആക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. ആ മെംബ്രെയിൻ എടുത്തു മാറ്റിയാലും നമുക്ക് ഏകദേശം 70, 72-ൽ പിടിച്ചു നിർത്താനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, എപ്പിറെറ്റിനൽ മെംബ്രെയിൻ നമുക്ക് കാഴ്ചയെ ബാധിച്ചു തുടങ്ങുന്നത് വരെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. പക്ഷെ കാഴ്ചയെ ബാധിച്ചു തുടങ്ങിയാൽ നമ്മളുടെ കാഴ്ചയുടെ ക്വാളിറ്റി കുറയുന്നു എന്ന് നമുക്ക് മനസ്സിലായാൽ അത് നമുക്ക് ഉടനെ തന്നെ എടുത്ത് മാറ്റുന്ന ഒരു ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. ഈ ഓപ്പറേഷൻ ചെയ്താൽ നമുക്ക് ഏകദേശം ആ കാഴ്ച പിടിച്ചു നിർത്തുവാനായി സാധിക്കും. അതേസമയം അപ്പോൾ അത് ചെയ്യുന്നില്ലെങ്കിൽ വീണ്ടും പതുക്കെ ഈ എപ്പിറെറ്റിനൽ മെംബ്രെയിൻ ചുരുങ്ങുകയും റെറ്റിനയെ ഡാമേജ് ചെയ്യുകയും അതിന്റെ സെല്ലുകൾ നാശമായി പോവുകയും കാഴ്ച പെർമനന്റ്ലി കുറേശ്ശെ കുറയുകയും ചെയ്യും. അപ്പോൾ എപ്പിറെറ്റിനൽ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു സ്കാനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിന്റെ തിക്നെസ് കൂടി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അത് റെറ്റിനയെ ഒരുപാട് വലിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കാഴ്ച കുറയുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ആ മെംബ്രെയിൻ എടുത്തു മാറ്റുവാനുള്ള ശസ്ത്രക്രിയയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫർദർ കാഴ്ച കുറയാതെ നമുക്ക് പിടിച്ചു നിർത്തുവാൻ സാധിക്കും. എപ്പിറെറ്റിനൽ മെംബ്രെയിൻ എടുത്തു മാറ്റിയാൽ എത്ര കാഴ്ച കിട്ടും എന്നുള്ളത് നമുക്ക് OCT സ്കാൻ ചെയ്യുമ്പോൾ ചില ക്ലൂസ് കിട്ടും. അതിൻ്റെ ഏറ്റവും അടിയിലുള്ള ലെയറിന്റെ ഹെൽത്ത് എങ്ങനെയുണ്ട്, അതിൻ്റെ മുകളിലുള്ള വലിവ് എത്രയുണ്ട്, എത്രത്തോളം ഡാമേജ് റെറ്റിനൽ ഉണ്ടായിട്ടുണ്ട് എന്നീ കാര്യങ്ങളിലൂടെ നമുക്ക് ഒരു പരിധി വരെ എപ്പിറെറ്റിനൽ മെംബ്രെയിന്റെ സർജറിയുടെ റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ എപ്പിറെറ്റിനൽ മെംബ്രെയിൻ ആണ് നിങ്ങളുടെ അസുഖമെങ്കിൽ, അത് റെറ്റിനയുടെ സ്ട്രക്ചറിനെ ബാധിച്ചു തുടങ്ങി, കാഴ്ചയെ ബാധിച്ചു തുടങ്ങി, ചുരുങ്ങി തുടങ്ങി എങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അത് ഒരു ഓപ്പറേഷനിലൂടെ നീക്കം ചെയ്യുകയാണ് ഏറ്റവും ഉത്തമം.